മലേഷ്യ പോയിൻ്റെ മെമ്മറീസൊക്കെ ഗൂഗിൾ ഫോട്ടോസ് കാണിച്ചു തന്നപ്പോഴാണ് ഓർത്തത്. എൻ്റെ 53 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ മലേഷ്യയിലെ ലാസ്റ്റ് ഡേ വ്ളോഗിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണല്ലോ എന്നുള്ളത്. ഇനിയും അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇപ്പം തന്നെ ഇട്ടേക്കാന്ന് അങ്ങ് വിചാരിച്ചു. ഈ റെയിൻബോ കളറിലുള്ള സ്റ്റെപ്സും പിന്നെ അതുപോലെ ഈ ഒരു ഗോൾഡൻ സ്റ്റാച്യു ഒക്കെ ആയിരിക്കും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി നമ്മൾ വിചാരിക്കും. അതല്ല കേട്ടോ, ഇവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവിനുള്ളിൽ ഒരു അമ്പലമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. മലേഷ്യയിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ രാവിലെ 8 മണിക്ക് മുന്നേയൊക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു എക്സാക്റ്റ് ഫീൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കോലാലംപൂരിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇതുള്ളത്. അപ്പോൾ മെട്രോയിൽ വരാനായിരുന്നു ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ലാസ്റ്റ് ഡേയിലെ ഷെഡ്യൂൾ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാക്സിയിലായിരുന്നു. ബാട്ടു കേവ്സും ചൈന ടൗണും ആണ് ലാസ്റ്റ് ഡേയിലെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ചൈന ടൗണിലേക്കാണ്. ചൈന എന്നുള്ള പേര് കേട്ടപ്പോഴത്തേക്കും എന്തൊക്കെ വില കുറച്ച് കിട്ടും എന്നുള്ളൊരു ധാരണയിലുള്ള പോക്കാണ് ഇത്. നല്ല അടിപൊളി ചൈനീസ് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഞാൻ ഒഴികെ ബാക്കി 3 പേര് ഇതൊക്കെ ട്രൈ ചെയ്ത് കേട്ടോ. ഇവരാണ് കേട്ടോ അടിപൊളിയാണെന്ന് പറഞ്ഞത്. എനിക്ക് നമ്മുടെ ചോറും ചമ്മന്തിയും ഒക്കെ കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം സന്തോഷമൊന്നുമില്ല. അപ്പോൾ ആകെ വിഷമത്തിലായിരുന്നു. ഇവിടെ വെച്ച് ഞങ്ങളൊരു മലയാളി ഫാമിലിയെ കണ്ടേ. അവർ നമ്മുടെ അടുത്ത് അത്യാവശ്യം ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിചാരിച്ചതുപോലെ അത്ര വിലക്കുറവൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. കൂടുതലും നമ്മുടെ ബ്രാൻഡഡ് ബാഗ്സിന്റെ ഒക്കെ കോപ്പി പ്രോഡക്ട്സ് ആണ്. അതായത് ഒരു 20,000 30,000 ഒക്കെ വരുന്ന ബാഗ്സ് ഒക്കെ നമുക്കിവിടെ ഒരു 3,000 4,000 ആകെ വില കുറവിൽ കിട്ടിയത് ജ്യൂസ് ആയതുകൊണ്ട് അതും മേടിച്ച് കുടിച്ച് നിന്നപ്പോൾ ഉണ്ട് അവിടെ രാജാവിനെ പോലെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആളുടെ കൂടെ ഫോട്ടോ എടുത്താൽ അതിനും പൈസ കൊടുക്കേണ്ടി വന്നു. മലേഷ്യൻ ട്രിപ്പിന്റെ ബാക്കി ഡേയ്സിലെ വ്ളോഗൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ബയോയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു 25,000 ബഡ്ജറ്റിൽ മലേഷ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാൻ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. താങ്ക്